മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, എന്നും മരങ്ങളോട് മനുഷ്യർക്ക് അതിയായ സ്നേഹമാണ്. മരം ഒരു വരം എന്ന് തന്നെ നമ്മൾ പറയുന്നുണ്ട്. വലിയ വലിയ വൃക്ഷങ്ങൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന സംതൃപ്തി പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. വൃക്ഷങ്ങളില്ലെങ്കിൽ നമുക്കൊക്കെ പ്രാണവായു ഇല്ലാതെ വരുമെന്ന അവസ്ഥ നമുക്കെല്ലാം അറിയാം. അങ്ങനെ വലിയ വലിയ മരങ്ങൾ, വലിയ വലിയ വർഷങ്ങൾ, ദീർഘകാലം നിൽക്കുന്ന വൃക്ഷങ്ങളൊക്കെ നമുക്ക് ചെറിയ വൃക്ഷങ്ങളാക്കി വളർത്താൻ സാധിക്കും. ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അണുകുടുംബങ്ങളൊക്കെ ഉള്ള അണുകുടുംബങ്ങൾ മാത്രമായി അവശേഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിചരിക്കാനും ഒന്നും വലിയ ആളുകളില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. അപ്പോഴേ ഈ വൃക്ഷങ്ങളുടെ വലിയ വൃക്ഷങ്ങൾ ഒക്കെ ചെറിയ രീതിയിലൊക്കെ വളർത്തി വീടുകളിൽ വെക്കുന്നത് നമുക്ക് അവയൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അത്തരത്തിൽ പൂക്കളുകൂടെ നിറയെ കുലകുലകളായിട്ട് പൂക്കളുണ്ടാവുന്ന ഒരു പൂമരം, വലിയ ഉയരത്തിൽ വളരുന്ന ദീർഘകാലം നിൽക്കുന്ന പല മരങ്ങളുമുണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പൂമരമാണ് വെള്ളത്തെറ്റി. വെള്ളത്തിൽ വെച്ചാൽ മരമായിട്ട്, വലിയ മരമായിട്ട് വലിയ ഉയരത്തിൽ വളരുന്ന തെറ്റിയുണ്ട്, വെള്ളത്തെറ്റി. ആ വെള്ളത്തെറ്റി നമുക്ക് ചെറുതായിട്ട് വളർത്താം. അപ്പോൾ അതിൻ്റെ ഒരു രീതിയാണ് നമ്മളിപ്പോൾ ഇന്ന് വീഡിയോയിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തരത്തിലുള്ള അറിവുകൾ, അതായത് കൃഷിയെ സംബന്ധിച്ചും നമ്മുടെ ഈ ചെടികളെ സംബന്ധിച്ചും പച്ചമരുന്നുകളെ പറ്റിയൊക്കെയുള്ള അറിവുകൾ ശേഖരിക്കാൻ ഇഷ്ടമെങ്കിൽ, അതുപോലെ തന്നെ ശേഖരിച്ച വിവരങ്ങൾ മറ്റുള്ളവരിലെ കൈമാറാൻ ഇഷ്ടമെങ്കിൽ, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഹൈതവുമായ പ്രോത്സാഹനത്തിനും പിന്തുണയ്ക്കും പ്രത്യേകമായ നന്ദി പറയുകയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു വലിയ മരം ചെറിയ രീതിയിൽ ആക്കി വളർത്തുന്നതെന്ന് നമുക്ക് ആലോചിക്കാം. നമ്മൾ എടുത്തിട്ടുള്ളത് ഇത്രയും വലിയ ഒരു ക്യാനാണ്, അതായത് ഒരു ചെടിച്ചട്ടിയാണ്. അപ്പോൾ ചെടിച്ചട്ടി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ വെള്ളം വാർന്നു പോകാനുള്ള ദ്വാരം ഉണ്ടായിരിക്കണം. അത് നമ്മൾ ചെടിച്ചട്ടി വാങ്ങിച്ചതിന് ശേഷം നമ്മൾ തന്നെ കമ്പി പഴിപ്പിച്ച് വെക്കുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് കിഴിക്കുകയോ ചെയ്യണം. അപ്പം നമ്മളിവിടെ നടാൻ പോകുന്നത് വെള്ള തെറ്റിപ്പൂ ഉണ്ടാവുന്ന മരത്തെറ്റിയാണ്. നിറയെ കുലകളായിട്ട് പൂത്ത് കിടക്കും. കാണുമ്പോൾ തന്നെ മനസ്സിനും ഒക്കെ ഒരു സന്തോഷം ഉണ്ടാകുന്ന തെറ്റി. പ്രത്യേകിച്ച് ഉണക്കത്താണ് ഇത് ശരിക്കും കായ്ക്കുന്നത്. ഇത് ശരിക്കും പൂക്കുന്നത്. പൂത്തതിന് ശേഷം കായ് ഉണ്ടാകും. അപ്പം കായ്കൾ കിളിർപ്പിച്ച് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ വിത്ത് ഉൽപ്പാദിപ്പിക്കാം. എന്നാൽ വേരിൽ നിന്നാണ് വിത്ത് തൈ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ദോഷമുണ്ട്. ഒരിടത്ത് നമ്മൾ മണ്ണിൽ ഒന്ന് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റുപാട് ഇതിൻ്റെ വേരുകളിലൂടെ ധാരാളമായ തൈകൾ കിളിച്ചുകൊണ്ടേയിരിക്കും. അത് നമുക്കൊരു ശല്യമാവും. അപ്പം ഇതിൻ്റെ പൂക്കൾ കണ്ടാൽ വെട്ടിക്കളയാനും തോന്നത്തില്ല. അതുപോലെ തടി നല്ല കട്ടിയുള്ളതാണ്. തടി ഉയരത്തിൽ പോയെങ്കിലും വണ്ണിച്ചു വരാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തെറ്റി ആണ് നമ്മളിപ്പോഴും നടുന്നത്. ഏതാണ്ടൊരു 5 വർഷത്തോളം പ്രായമുള്ള ഒരു തെറ്റി നമ്മൾ ഈ ഡ്രമ്മിനകത്ത് ആക്കാൻ പോവുകയാണ്. അതായത് ഒരു ചെറിയ ഒരു പാത്രത്തിലാണ് നമ്മൾ നട്ടുപിടിപ്പിച്ചത്. അപ്പം ആ പാത്രം ഒന്ന് മാറുവാണ്. ആ പാത്രം ഒന്ന് മാറിയിട്ട് ഈ ചെടിച്ചട്ടിക്കകത്തോട്ട് നമ്മളത് മാറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് അഴുകിയ തൊണ്ടുകൾ ഇടാൻ പോവുകയാണ്. കുറച്ച് തൊണ്ടുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മണ്ണ് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ കുറച്ച് വളവുമായിട്ടും ചകിരിച്ചോറുമായിട്ടൊന്നും യോജിപ്പിക്കണം. ഇത് എല്ലുപൊടിയാണ്. എല്ലുപൊടി മാത്രം മതി, വേറെ ഒരു വളവും വേണ്ട. വലിയ മരങ്ങൾക്ക് എല്ലുപൊടി മാത്രമേ ആകാവൂ, വേറെ ഒരു വളവും നമ്മൾ ഇട്ട് കൊടുക്കരുത്. കാരണം വലുതായിട്ട് ഇത് വളർന്നു വരും. നമുക്ക് ആവശ്യം നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു ചെറിയ പൂച്ചെടി. അത് വർഷങ്ങളോളം നിൽക്കണം. ഇതിപ്പോൾ 5 കൊല്ലം കൊണ്ട് നിരന്തരമായി പൂക്കുന്ന ഒരു ചെടിയാണ് ഞാൻ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നടിയിൽ മിശ്രിതം തയ്യാറായി. അതായത് ഈ ചട്ടിക്കകത്ത് നിറയ്ക്കാനുള്ള വളവും ചകിരിച്ചോറും കൂടെ കൂട്ടി ഇളക്കിയ മണ്ണ് ശരിയായി. ഇനി ഞാൻ പറഞ്ഞ വെള്ളത്തെറ്റി, മരത്തെറ്റി
എല്ലാവർക്കും സുപരിതമായിരിക്കും. ആ തെറ്റി ഒരുപക്ഷെ നിങ്ങൾ കണ്ടിരിക്കാം. ആ തെറ്റി ഞാൻ എടുത്ത് കൊണ്ടുവന്നതിനകത്ത് വെക്കുകയാണ്, അതിനുവേണ്ടി പോവുകയാണ്. ഈ തെറ്റിയാണ് മറ്റൊരു ചെടിച്ചട്ടിയിൽ നിന്ന് മാറ്റി, അവിടെ വേരൊക്കെയുണ്ട്, മാറ്റി പിഴുതെടുത്ത് ഇതിനകത്ത് വയ്ക്കുകയാണ്. ദീർഘകാലം നിൽക്കുന്നതാണ്. കഴിഞ്ഞ നല്ല പൂക്കൾ ഇപ്പം തന്നെ ഇതിന് മുട്ട ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടംപോലെ മുട്ട ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കുള്ളനായിട്ട് വളർത്തുവാണെങ്കിൽ എല്ലാ സീസണിലും ഇത് പൂക്കളുണ്ടാവും. പക്ഷേ നമ്മൾ മണ്ണിൽ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഉണക്ക് സമയങ്ങളിൽ മാത്രമേ പൂക്കൾ ഉണ്ടാവത്തുള്ളൂ. അപ്പം ഇത് നമ്മൾ ഇപ്പോൾ ഡ്രമ്മിനകത്ത് വെച്ചു അല്ലെങ്കിൽ ചെടിച്ചട്ടിക്കകത്ത് വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ തയ്യാറാക്കി വെച്ച് നിങ്ങൾ പ്രോട്ടീൻ മിശ്രിതം നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ തെറ്റി ഈ ചെടിച്ചട്ടിക്കകത്ത് വെച്ചു, മണ്ണെന്ന് വെച്ചാൽ പ്രോട്ടീൻ മിശ്രിതം ഇട്ട് ഉറപ്പിച്ചു. ഇനിയും അടുത്തായിട്ട് കുറച്ച് കരിയിലയുണ്ട്. ഈ കരിയില ഇതിൽ നിറച്ച് കൊടുക്കണം. കരിയില നിറച്ചതിന് ശേഷം അഴുകിയ തൊണ്ട് ഇത്രയും അധികമുണ്ട്. ഈ തൊണ്ട് കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപടി ചെയ്യണം. അതായത് അടിയിൽ തൊണ്ടിടുന്നു, അതിനുശേഷം നമ്മൾ ചകിരിച്ചോറും മണ്ണും ഇവിടെ തുല്യ അളവിൽ എടുത്ത് യോജിപ്പിച്ചാണ് ഇട്ട് കൊടുത്തത്, നടിയിൽ മിശ്രിതമാക്കിയത്. പിന്നെ കരിയില ഇട്ടു, പിന്നെ തൊണ്ടിട്ടു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വേരുകൾക്ക് വളം വലിച്ചെടുക്കാൻ കഴിയണം. പിന്നെ മറ്റൊന്ന്, വലിയ വേരുകൾ ഉണ്ടായി ഈ ചട്ടി പൊട്ടിപ്പോകാനിടയാവരുത്. ഇത് വർഷങ്ങളോളം വലിയ വളർച്ചയില്ലാതിരിക്കുകയും എന്നാൽ ശോഷിച്ചു പോകാതിരിക്കുകയും ഇഷ്ടംപോലെ കുലകളായി പൂക്കൾ ഉണ്ടാവുകയും ചെയ്യണം. തീർച്ചയായിട്ടും ഇതിന് നിറയെ പൂക്കളാകുമ്പോൾ ഇതിൻ്റെ തന്നെ മറ്റൊരു വീഡിയോയും അതുപോലെ തന്നെ ഇതിനെ തൈ എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.